പക്ഷെ ഒരു കാര്യം ചെയ്യും, പക്ഷെ ഏതെങ്കിലും ഒരു 2 ഡിജിറ്റ് നമ്പർ ഒന്ന് എഴുതും, ഇഷ്ടമുള്ളത് കേട്ടോ. ഏത് മണി 10 തൊട്ട് 99 വരെയുള്ള ഏതെങ്കിലും ഒരു 2 ഡിജിറ്റ് നമ്പർ പക്ഷെ എഴുതും, ഇഷ്ടമുള്ളത് എഴുതിയ. ഇപ്പോ ആ 2 ഡിജിറ്റ് നമ്മൾ 2 ഡിജിറ്റ്, ആ 2 ഡിജിറ്റ് കൂടി ഒന്ന് ആഡ് ചെയ്യും. പക്ഷെ ഇപ്പൊ എഴുതിയിട്ടുള്ള 2 ഡിജിറ്റിന്റെ 2 ഡിജിറ്റ്സിന് തമ്മിലൊന്ന് ആഡ് ചെയ്യും. ആഡ് ചെയ്ത് കിട്ടിയ ആൻസർ ആദ്യം എഴുതിയുള്ള 2 ഡിജിറ്റ് നമ്പറിൽ നിന്ന് മൈനസ് ചെയ്യും. ആദ്യം എഴുതിയ 2 ഡിജിറ്റ് നമ്പറിൽ നിന്ന് അതിന്റെ സമ്മൊന്ന് മൈനസ് ചെയ്യും. ഇപ്പൊ നമുക്ക് 1 ഡിജിറ്റ് ആണോ 2 ഡിജിറ്റ് ആണോ കിട്ടിയിട്ടുള്ളത്? 2 ഡിജിറ്റ് ആണ്. ആ 2 ഡിജിറ്റ് നമ്പറിൽ ഏതെങ്കിലും ഒരു ഡിജിറ്റ് പാട്ട് പറയും. 6 കിട്ടിയെങ്കിൽ ഞാൻ രണ്ടാമത്തെ നമ്പർ പറയാൻ പറ്റുമെന്ന് ശ്രമിച്ചു നോക്കാം കേട്ടോ. ശരി ജയിച്ചെങ്കിൽ ഓക്കെ, നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ. 6 ആകുമ്പോ 6/2 3. സെക്കൻഡ് ഡിജിറ്റ് 3 ആണോ? അത് കറക്റ്റ് ആയി പറയുകയാണെങ്കിൽ അതിന് ചെറിയൊരു ട്രിക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ട്രിക്ക് തന്നെ ഉള്ളു, അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. എന്താ അത് പറഞ്ഞുതരാം. മാഷ് ഇതിന് ചെറിയൊരു ട്രിക്കുള്ളൂ. മാഷ് ഇതിന് 2 ഡിജിറ്റ് നമ്പർ ഏതുപോലെ ആയിരിക്കും, ആ ഡിജിറ്റുകളെ ആഡ് ചെയ്തപ്പോൾ മാഷക്ക് 12 കിട്ടിയത് അല്ലേ. ആ 12 മൈനസ് ചെയ്ത് മാഷക്ക് 36 കിട്ടി. 63 എന്തോലെ ഒന്നുണ്ട്. ഒരു ഡിജിറ്റ് മാഷ് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഡിജിറ്റ് ഞാൻ പറഞ്ഞത് അത്ര വലിയ മാജിക് ഒന്നുമല്ല. ഒരു കാര്യം ഉറപ്പാണ്, ഈ 2 ഡിജിറ്റിന്റെ സമ്മ എപ്പോഴും 9 വരുള്ളൂ. മനസ്സിലായോ? മാഷ് 6 ഏത് 2 ഡിജിറ്റ് നമ്പറും ഈ പറഞ്ഞ റോൾ ചെയ്താൽ ഈ ആൻസർ എന്തായിരിക്കും? സമ്മ 9 ആയിരിക്കും ഡിജിറ്റിന്റെ. മാഷോട് 6 പറഞ്ഞാൽ ഞാൻ 3 പറയും, മാഷ് 3 പറഞ്ഞാൽ ഞാൻ 6 പറയും. ചിലപ്പോൾ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ 9 ആവും വരിക, സിംഗിൾ ഡിജിറ്റ്. 9ന്റെ കൂടെ എന്താ ആഡ് ചെയ്താൽ 9 തന്നെ വരിക 0 അല്ലേ. അപ്പൊ 9 പറഞ്ഞാൽ ഞാൻ 0 പറയും, 0 പറഞ്ഞാൽ ഞാൻ 9 പറയും. അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കുക. എളുപ്പമാണോ? പഠിച്ചു വരണം. കുട്ടിക്ക് പഠിച്ചോ? ഓക്കെ, നമുക്ക് വേറെ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, താങ്ക് യു. യെസ്.